You know, our brothers and sisters, they fight sometimes about silly things. അതൊക്കെ ഉണ്ടാവില്ലേ? നമ്മുടെ വീട്ടിലാണെങ്കിലും ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ ചെറിയ കുഞ്ഞ് സ്നേഹമുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ? So yesterday I said something silly, so she got upset. അപ്പൊ ഞാൻ ചെറുതായിട്ടൊരു തമാശ പോലെ ഒരു കാര്യം പറഞ്ഞപ്പോ ഇന്നലെ ആൾക്ക് ചെറിയ അസ്വസ്ഥത വന്നു. So she was not talking to me yesterday. സത്യം പറയാ, ഇന്നലെ പിന്നെ പുള്ളിക്കാരി എന്നോട് മിണ്ടിയിട്ടേ ഇല്ല. You understand? So then I went to see my mother, and I told my mother, my mother said, because my mother was there during the fight, my mother said, so how's your sister? ഞാൻ അതിനുശേഷം നേരെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. ഞാൻ അമ്മയുടെ അടുത്ത് എത്തിയ ഉടനെ അമ്മ എന്നോട് ചോദിക്കുന്നു, സഹോദരി എങ്ങനെയുണ്ട്, പെങ്ങൾ സുഖമായിട്ടിരിക്കുകയാണോ എന്ന്. So she said, I told my mother, no, my sister's upset with me, so she's not talking to me. ഞാൻ അമ്മയോട് പറഞ്ഞു, അതിന് പെങ്ങൾ എന്നോട് മിണ്ടുന്നേ ഇല്ല, ഇച്ചിരി അസ്വസ്ഥതയിലാണ് എന്നോട്. But then I told my mother, I've trapped my sister. Then I told my mother, I have trapped my sister. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്നേഹക്കുരുക്കിൽ എൻ്റെ പെങ്ങളെ പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു. Because tomorrow she's going to Wayanad and she cannot be angry with me anymore. പക്ഷേ ഇത് ഈ സമയം വരെ എന്നോട് മിണ്ടുന്നില്ലെങ്കിലും നാളെ വയനാട്ടിലേക്കാണ് പോകുന്നത്. അത് അങ്ങനെ തുടരാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത്. So this morning when we got in the plane, I said hello to her. She had a long face. ഇന്ന് രാവിലെ കാലത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി വിമാനത്തിൽ കയറിയ സമയത്ത് ഞാൻ ചെറുതായിട്ടൊരു ഹലോ പറഞ്ഞു. അപ്പോഴും മുഖത്തെ ഗൗരവം പൂർണ്ണമായും മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. But the moment we landed in Wayanad, she started smiling and talking to me as normal. വിമാനം ഇവിടെ എത്തുന്നത് വരെ ആ മുഖഭാവം അങ്ങനെ തന്നെ ഇരുന്നെങ്കിൽ നമ്മുടെ ഭൂമി തൊട്ടപ്പോ ഇവിടെ ഇറങ്ങിയപ്പോ ആ മുഖം മാറി ചിരിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, ആവേശഭരിതയായി. Please understand that is the magic of the people of Wayanad. അത് മറ്റൊന്നുമല്ല, അത് വയനാടൻ ജനതയുടെ സ്നേഹത്തിന്റെ മാന്ത്രികതയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.